പാറശാല ഷാരോൺ വധക്കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ ശ്രീജിത്ത് പെരുമന. അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല ഷാരോൺ വധമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പീൽ കോടതിയിൽ തന്നെ ദുർബലപ്പെടുമെന്ന് ഉറപ്പുള്ള വിധിയാണ് വിചാരണ കോടതി പുറപ്പെടുവിച്ചത് എന്നതിൽ അങ്ങേയറ്റം വിയോജിപ്പുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. വധശിക്ഷാ വിധിയിലൂടെ ഏറ്റവും ഗുണം ലഭിക്കുന്നത് ഗ്രീഷ്മയ്ക്കാണ്. ഹൈക്കോടതി ആദ്യ പരിഗണനയിൽ തന്നെ വധശിക്ഷ സ്റ്റേ ചെയ്യും. പിന്നീട് ജീവപര്യന്തം എന്നതിലേക്ക് വന്നാലും സുപ്രീം കോടതിയിൽ അതിലേറെ ദുർബലപ്പെടും എന്നതിൽ സംശയം വേണ്ട. കാരണം എല്ലാ സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളെയും ഈ കേസിൽ വിചാരണ കോടതി കാറ്റിൽ പറത്തിയിട്ടുണ്ട്. ശ്രീജിത്ത് പെരുമന കുറിച്ചു. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പോസ്റ്റ് ഇങ്ങനെയാണ്: ഷാരോൺ വധക്കേസിലെ പ്രതിക്ക് വധശിക്ഷ വിധിച്ചെങ്കിലും ഗ്രീഷ്മയെ തൂക്കിക്കൊല്ലാൻ സാധിക്കില്ല. വിചാരണ കോടതി വിധി ആൾക്കൂട്ടത്തിന്റെ കൈയടിക്കും. ഏറ്റവും ആദ്യത്തെ അപ്പീൽ കോടതിയിൽ തന്നെ ദുർബലപ്പെടുമെന്ന ഉറപ്പുള്ള വിധിയാണ് ഷാരോൺ കേസിൽ വിചാരണ കോടതി പുറപ്പെടുവിച്ചത് എന്നതിൽ അങ്ങേയറ്റം വിയോജിപ്പുണ്ട്. വിഷം നൽകി കൊലപാതകം നടത്തുന്നത് അത് സ്നേഹത്തിന്റെ പേരിലാണ് എന്നതിനാലാണോ? ആന്തരിക അവയവങ്ങൾ പൊള്ളിപ്പോയി എന്നതിനാലാണോ? അതൊരു അപൂർവങ്ങളിൽ അപൂർവ കേസ് ആകില്ല എന്ന് കോടതി വരാന്തയിലെങ്കിലും മഴയത്ത് കയറി നിന്നിട്ടുള്ള ആർക്കും മനസ്സിലാകും. അക്ഷരാർത്ഥത്തിൽ ഈ വധശിക്ഷ വിധിയിലൂടെ ഏറ്റവും ഗുണം ലഭിക്കാൻ പോകുന്നത് പ്രതി ഗ്രീഷ്മയ്ക്കാണ്. ഹൈക്കോടതി ആദ്യ പരിഗണനയിൽ തന്നെ വധശിക്ഷ സ്റ്റേ ചെയ്യും. പിന്നീട് ജീവപര്യന്തം എന്നതിലേക്ക് വന്നാലും സുപ്രീം കോടതിയിൽ അതിലേറെ ദുർബലപ്പെടും എന്നതിൽ സംശയം വേണ്ട. കാരണം എല്ലാ സുപ്രീം കോടതി മാർഗനിർദ്ദേശങ്ങളെയും ഈ കേസിൽ വിചാരണ കോടതി കാറ്റിൽ പറത്തിയിട്ടുണ്ട്. അതേസമയം ജീവപര്യന്തമായിരുന്നു നൽകിയിരുന്നത് എങ്കിൽ എല്ലാ മേൽക്കോടതികളും അത് ശരിവെക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ നടത്തുന്ന വധശിക്ഷ എന്ന സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകം നീതിയല്ല. ക്രൂരമായ കൊലപാതകം നടന്ന് പഴുതടച്ച അന്വേഷണം നടത്തി വിചാരണ പൂർത്തിയാക്കിയ പോലീസിനും പ്രോസിക്യൂഷനും അഭിനന്ദനങ്ങൾ അറിയിക്കുമ്പോഴും പറയാതെ വയ്യ. വധശിക്ഷ പ്രാകൃതമാണ്. വികാരങ്ങളല്ല, വിവേകമാണ് നയിക്കേണ്ടത്. പൗരാവകാശങ്ങൾക്ക് വേണ്ടി, ഭരണഘടനയ്ക്ക് വേണ്ടി പോരാടുന്നവർ, പ്രത്യേകിച്ച് യാതൊരു ശാസ്ത്രീയ സ്റ്റാറ്റിസ്റ്റിക്കൽ അടിസ്ഥാനമില്ലാത്ത ഈ പ്രാകൃത സ്റ്റേറ്റ് സ്പോൺസേഡ് കൊലപാതകത്തെ തള്ളിപ്പറയണം. കൊന്നുകൊണ്ടെങ്ങനെ ആ നിയമത്തിന് പറയാനാകും കൊല്ലരുതെന്ന്? വധശിക്ഷ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കില്ല എന്ന പരമോന്നത കോടതിയുടെ വിധിയും ഇതോടൊപ്പം ചേർത്ത് വായിക്കാം. വധശിക്ഷ കുറ്റകൃത്യങ്ങൾ ഉണ്ടാകുന്നത് തടയുമെന്ന് യാതൊരു ശാസ്ത്രീയമോ അല്ലാത്തതോ ആയ തെളിവുകളോ കണക്കുകളോ ഇല്ലെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധിയുണ്ട്. വധശിക്ഷയ്ക്ക് വിധിച്ച പ്രതിയുടെ ശിക്ഷ 30 വർഷത്തെ തടവ് ശിക്ഷയാക്കി കുറച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകുന്നതിലൂടെ മറ്റുള്ളവർ ഭാവിയിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് തടയുകയോ തടയാതിരിക്കുകയോ ചെയ്യാം. എന്നാൽ വധശിക്ഷ നൽകുന്നതിലൂടെ സമൂഹത്തിലെ കുറ്റകൃത്യങ്ങൾ കുറയുമെന്ന് തെളിയിക്കുന്ന യാതൊരു രേഖകളും തെളിവുകളും സ്ഥിതിവിവര കണക്കുകളും ലഭ്യമല്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. വധശിക്ഷ നിരോധിക്കുക. അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന. ഇങ്ങനെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്.